ഫ്രണ്ട്സ്, ദേവുവിന് മുന്നേക്കൊരാഗ്രഹം ഈ കരിമ്പിന്റെ തോല് കളയാൻ. ദേവുവിന് ഇവിടെ പണിക്കിരുത്തിയാലോ? 10ാം ക്ലാസ്സിന് മാർക്ക് കുറവാണെങ്കിൽ ഗായ്സ് ദേവുവിന് ഇതായിരിക്കും കേട്ടോ പണി. അയ്യോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ദേവുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്, സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ട് കേട്ടോ. ദേവുവിനെ അറിയില്ല ഞങ്ങളിന്ന് സ്കൂളിലേക്ക് ചെല്ലണ കാര്യം. അവർക്ക് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ? പോവാം. അവിടെ ചെല്ലുമ്പോഴത്തേനോട് വീട്ടിലെത്തുമെന്നുള്ള കാര്യത്തിലാണ് സംശയം. കാരണം ഇപ്പം തന്നെ സമയം ഒരുപാടായി. ബാപ്പു അല്ലേ, എന്നാ പിടിച്ചാ ഞങ്ങൾക്ക് വഴിച്ചെലവിനുള്ളതാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ പോവാണ്. ഇപ്പോൾ 12:15 സമയം. 12:45 ദേവുവിൻ്റെ ക്ലാസ് കഴിയുക. പക്ഷേ ദേവുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ലൈൻ ബസ്സിന് വേണം പോരാൻ, സ്കൂൾ ബസ്സിന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് ഞങ്ങൾ കൊണ്ടുവരാൻ പോണത്. ഇപ്പോൾ സ്കൂൾ ബസ് കയറാൻ പോകുന്നത് കുറച്ച് നടക്കാണ്ട്, ഒരു 10 മിനിറ്റ് നടക്കാണ്ട് അങ്ങോട്ട്. അപ്പോഴത്തേനും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അവളെ. ഫ്രണ്ട്സ്, ഞങ്ങൾ ദേവുവിൻ്റെ സ്കൂളിൽ എത്താറായി, ഏകദേശം എത്താറായി. 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ സ്കൂൾ വിട്ടിട്ടുണ്ടാവില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് വളരെ മോശമാണ്. ഇത്രയും വന്ന റോഡ് നല്ലതായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, മുന്നേ ആദ്യമായിട്ടാട്ടോ ദേവുവിൻ്റെ സ്കൂളിലേക്ക് വരുന്നത്. അവൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് അവൾ പറയണം ആദ്യമായിട്ടാണ്. എൻ്റെ വിചാരം അവളതിന് മുന്നേ വന്നിട്ടുണ്ട് എന്നാ. സ്കൂളെത്തിട്ടോ, സ്കൂൾ വിട്ടിട്ടില്ല. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്തിയോ? നമ്മളെപ്പോഴാണ് അവിടുന്ന് പോകുന്നത്? 15 മിനിറ്റ് അല്ലേ? അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇനിയിപ്പം 10 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ പിന്നെ സ്കൂൾ വിടാനും. 10ാം ക്ലാസ്സുകാർക്ക് മാത്രമേ സ്കൂൾ ഉച്ച വരെ ഉള്ളൂ. അവർക്ക് മാത്രമേ മോഡൽ എക്സാം ഉള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരണ്ട്. ദിയമോക്കൊക്കെ വൈകുന്നേരം വരണ്ട്. അപ്പോൾ ദിയമോളിന്ന് ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കണേന്ന് പറഞ്ഞു, സ്കൂൾ ക്യാൻറ്റീൻ. ദേവുവിൻ്റെ സ്കൂൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സ്കൂളൊക്കെ രസമുണ്ട്, ശരിക്കും രസമുണ്ട്. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളൊക്കെ. സ്കൂൾ മാറണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ചിലപ്പോഴേ സ്കൂൾ മാറ്റുള്ളൂ. മ്യൂസിയം പോലെയുണ്ട് സ്കൂള്. ഓള് തലയായിട്ടുണ്ടെങ്കിലും ബൈക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ ഫ്രണ്ട്സ്. ശ്രീകുട്ടി പറയണത് ദേവുവിൻ്റെ സ്കൂള് മ്യൂസിയം പോലെ ഉണ്ട്, സ്കൂള് പോലെ ഇല്ല എന്നാണ് പറയണത്. കാണാൻ നല്ല രസമുണ്ട് ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു വെയിലത്തൊക്കെയാണല്ലോ അല്ലേ ദിയമോളൊക്കെ കളിക്കണത്. ദിയമോക്ക് എന്നടി പീറ്റി ഉണ്ട്. ആടേ ദിയമോക്ക് പീറ്റി ഉണ്ടെന്ന്. ബുധനാഴ്ച. ഇന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമാണ്, കാരണം പീറ്റിയുള്ള ദിവസം ആയതുകൊണ്ട്. അമ്മേ ആണെങ്കിൽ ഓളെ ഞാൻ ചവിട്ടി കൂട്ടി അവിടെ പൊരി വെയിലത്തോക്ക് ചുമപ്പ് അല്ലേ? അല്ല, ആ മുടി അങ്ങനെയല്ല ഞാൻ കെട്ടിയത്. ഇന്ന് മുടഞ്ഞിട്ടിട്ടുള്ളൂ, സാധാരണ മുടഞ്ഞ്. ഫ്രണ്ട്സ്, ദേവുവിൻ്റെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. കുട്ടികളൊക്കെ ഓരോരുത്തരായി വന്നു തുടങ്ങി. ദേവുവിൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളായിട്ടാണ് വരുന്നത്. മുന്നേ പറയാൻ ഞാൻ ഓളെ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്ന്. ഓള് മുന്നേ ദേവുവിനെ കൂട്ടാൻ പോയിട്ടുണ്ട്. അതാ മുന്നത്താത്തല്ലേ ചോദിക്കുന്നു. കുട്ടിയൊക്കെ മനസ്സിലായി മുന്നേന്. മുന്നത്താത്തല്ലേ ഇമ്മീ പെണ്ണ് പോണ്ടോ? അതില് പോവാൻ പറ്റൂല, മുന്നേ അങ്ങോട്ട് പോവരുത്. അതാ ആരാണോ
അങ്ങോട്ട് പോവരുത് പെർമിഷൻ, അങ്ങോട്ട് പോവല്ലേ. അതാ ശിവാനി, ദേവുന്റെ ഫ്രണ്ടാണ് ശിവാനി. ആ യെല്ലോ കളർ, യെല്ലോ ആ മുടഞ്ഞിട്ട്. ഹായ് ശിവാനി. എക്സാമിന് ദേവ് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവില്ലേക്കും. കുട്ടികൾ ഇറങ്ങി, ഓളിറങ്ങിയിട്ടില്ല. മറന്നിട്ടതാണോ? എന്ത് ദേവ് ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ബോധം കിട്ടി കിടക്കണോന്നറിയില്ല. പോണോ? കൈ കഴിക്കണ്ടോള് വേഗം വന്നു. ദേവ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. കുട്ടികളൊക്കെ വെയിലത്ത് കളിക്കട്ടോ, വെയിലത്താണ് ഫുട്ബോൾ കളിക്കണത്. അല്ല, ദേവുവിൻ്റെ ക്ലാസ്സിലെ ചില കുട്ടികളെ ഇറങ്ങി വന്നിട്ടുള്ളൂ, ചിലർ ഇറങ്ങി വന്നിട്ടില്ല. അതാ ദേവുനെ കണ്ടിരിക്കണു. എന്താ മാസ്ക് ഒക്കെ ഇട്ടിരിക്കണു? പോയപ്പില്ലേന്നല്ലോ മാസ്ക്, പോയപ്പോ മാസ്ക് ഒന്നും ഇല്ലേന്നല്ലോ. സുഹൃത്ത്, അങ്ങനെ അവർ ഒന്നിച്ചിരിക്കുന്നു. എന്നോട് ആരോ പറഞ്ഞു ഹൈഫ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഹൈഫ പറഞ്ഞു. ഞാനങ്ങോട്ട് ഓടിയില്ലേ. പരീക്ഷയ്ക്ക് എഴുതി, പക്ഷെ ലാസ്റ്റ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല. കിട്ടല്ല, കൊണ്ടുപോയി പേപ്പർ കൊണ്ടുപോയി. കുരു. ദേവജി ഞങ്ങളെ പ്രതീക്ഷിച്ചായിരുന്നോ? എന്നാ കേറ്. ആണോ? ടൈം ഓവർ, സ്റ്റോപ്പ് റൈറ്റിംഗ് എന്നാണ്. എന്നിട്ട് ഞാൻ എഴുതുന്നുണ്ട്. എഴുതാൻ നേരം കിട്ടിയില്ല. നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് വരാം. വാ ജ്യൂസ് കുടിക്കാം. ആണോ? ദേവുവിന് മുന്നേക്കൊരാഗ്രഹം ഈ കരിമ്പിന്റെ തോല് കളയാൻ. ദേവുവിന് ഇവിടെ പണിക്കിരുത്തിയാലോ? 10ാം ക്ലാസ്സിന് മാർക്ക് കുറവാണെങ്കിൽ ദേവുവിന് കിട്ടോ പണി? അത് നമ്മൾ ഉറപ്പിച്ചു. ദേവുവിന് പണി കിട്ടിയേ. ദേവോട് നിന്ന് പഠിക്കണോ? ഇവിടെ നിന്നോ പ്രാക്ടീസിന്. അല്ലേ, 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവാകുമ്പോ എന്തിനു വിടണം എന്ന് ഞാൻ ആലോചിക്കുന്നു. കിട്ടി ഗൈസ്, ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് രജിസ്റ്റർ നമ്പറൊക്കെ തന്നു, റോൾ നമ്പറും ഇതൊക്കെ. ഇതൊരു ക്വസ്റ്റ്യൻ വന്നു, ഒരു ബിറ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒക്കെയാണ്, പക്ഷെ ഓപ്ഷന് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന്റെ ആൻസർ. ബിറ്റില എന്നുള്ളതിന്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 അട, ഓപ്ഷൻ 2 താമ്പൂലം, ഓപ്ഷൻ 3 പത്രം, ഓപ്ഷൻ 4 നാഗവല്ലി. വെറ്റിലേക്ക് നാഗവല്ലി അറിഞ്ഞതില്ലല്ലോ പര്യായം. പത്രം എന്നുള്ള പര്യായം പറയുന്നുണ്ടോ? വെറ്റില പത്രം പത്രോ പര്യായം ആണോ? നാഗവല്ലി കൊടുക്കും ആരെങ്കിലും, അല്ലാത്തതൊന്നല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ നാഗവല്ലി എഴുതിച്ചു. പഠിച്ചിട്ടില്ലല്ലോ. അല്ല, ഇത് നാഗവല്ലി കേട്ടോ.
വെച്ചില്ലോ ആണോ? അതാ നാഗവല്ലി. എന്ത് നാഗവല്ലി തന്നെ. ആണോ? ഒരു മാർക്ക്, 80 മാർക്ക്. 80 മാർക്ക് ഉറപ്പാണ്. അടുത്ത മാർക്ക് എവിടെ? സത്യവാൻ എന്നുള്ളതിന്റെ എതിർലിംഗം. ഞാൻ സത്യവതി എന്ന് എഴുതി. സാവിത്രി ഉണ്ടല്ലോ. സാവിത്രി ഇതിലില്ല. ഓപ്ഷൻസ് സത്യവാനി, സതീവതി, സത്യവതി, സത്യാവതി. ഞാൻ എഴുതി സത്യവതി. ഞാൻ മഹിമ എഴുതി. സത്യവതി, സത്യവതി. പ്രഭാവം. അപ്പൊ 80 3 മാർക്ക് ഉറപ്പാ. ഇനി ആൻസർ ആണോ അതിൽ കൊടുത്തേക്കുന്നത്? യുഗം, യോഗം എന്നീ വാക്കുകളുടെ ശരിയായ അർത്ഥവ്യത്യാസം. അത് കറക്റ്റാണ്. കാലം ചേർച്ച എന്നാണ് എഴുതിയത്. യോഗം ചേർച്ച, യുഗം കാലം. എന്താണ് കാലം ചേർച്ച? പിന്നെ യുഗം. യുഗം എന്താ? യുഗം ചേർച്ച. മറ്റേ യുഗം, കാലം, യോഗം ചേർച്ച. ഞങ്ങൾ അപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. നെയ്ച്ചോറ വാവുമായിട്ട് ഗൈസ്. നെയ്ച്ചോറും ചിക്കൻ കടായുമാണ്. ആദ്യമോനെ പാടാ. അന്നെ നേരത്തെ വിളിച്ചിരുന്നല്ലോ, അച്ഛനെ വിളിച്ചിരുന്നു. ബാ, ആദ്യമോൻ ഷൂട്ടിങ്ങിന് പോവാണ് കേട്ടോ. ഫോണുള്ളൂ. ഫ്രണ്ട്സ്, തേർഡ് ടോയിന്റെ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ഞങ്ങളത് കഴിഞ്ഞു ഓൾറെഡി. ആദ്യമോൻ്റെത് ഉണ്ട്. ആദ്യമോന്റെ സീനിലാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് അറിയണത്. പക്ഷെ ഭയങ്കര ഇഷ്ടമായി ലാസ്റ്റ് സീന്. അപ്പം ഇവരിപ്പോൾ ഷൂട്ടിന് പോകാൻ നിൽക്കുകയാണ്. ഗണ്ടും ഒക്കെ ഇട്ടിട്ട്. അയ്യോ കോമഡി സീനാണല്ലോ. ഒന്നുകൂടെ പിന്നെ എന്റെ കിട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓനടിക്കാനുള്ള വടി ഓൻ തന്നെ കൊണ്ടുപോകും. വടി താത്തി പിടിച്ചോ. ഞങ്ങൾ സ്കൂളിലേക്ക് വന്നേന്ന് ചേച്ചീനെ കൊണ്ടുവരാന്. ഫ്രണ്ട്സ്, ഞങ്ങൾ ആദിമോൻ്റെ വീട്ടിൽ വന്നേക്കാണ്. എന്നെ മുന്നേ ഒരുക്കിയതാണ് ഈ കാണുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരുങ്ങാറുള്ളതല്ല. ഞാൻ ഫംഗ്ഷന് പോകുമ്പോൾ പോലും ഇങ്ങനെ എന്താ ഒരുങ്ങിയേ? ഐലൈനർ ഇട്ടു, നമസ്കാരം ഇട്ടു. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി. അബ്രുമാമന്റെ വീട്ടിൽ നിന്ന് വന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ. അപ്പം പപ്പ ഇതുവരെ വന്നിട്ടില്ല ഷൂട്ട് കഴിഞ്ഞിട്ട്. പപ്പ കുറെ എടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ആദിമോന്റെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു എസ്റ്റേറ്റിൽ നിന്നാണ്. തേർഡ് ടോയിന്റെ ഷൂട്ടാണ്. സോ എനിക്ക് മറ്റന്നാൾ ഇംഗ്ലീഷിന്റെ എക്സാം ആണ് ഗൈസ്. അപ്പം ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ.